2002 ഫെബ്രുവരി 27 ഗോദ്രയിൽ ഒരു കോച്ച് ട്രെയിനിന്റെ ഒരു കോച്ച് കത്തി. അത് കത്തിയതാണോ കത്തിച്ചതാണോ എന്നുള്ളത് വീണ്ടും ചർച്ചയാകുന്നത് എമ്പുരാൻ എന്ന സിനിമ പുറത്തു വന്നതോടുകൂടിയാണ്. ഒരു വിഭാഗം ഹിന്ദുക്കളോടൊപ്പം നിൽക്കുന്നു, ഒരു വിഭാഗം മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഗോദ്രയിൽ സംഭവിച്ചത്? ഗോദ്ര സംഭവത്തിൻ്റെ ചരിത്രം, അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വളരെ നിഷ്പക്ഷവും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയ പല വ്യക്തികളും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആകസ്മികമായി സംഭവിച്ച ഒരു ദുരന്തമാണത്. സാധാരണ രീതിയിൽ ഈ ഗുജറാത്തിലെ പലയിടങ്ങളിലും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും തമ്മിലുള്ള തല്ലുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും തള്ളും അട്ടഹാസങ്ങളും ബഹളങ്ങളൊക്കെ അതൊക്കെ സാധാരണ നടക്കാറുള്ളതാണ് പല സമയത്ത്. ചില സമയത്തൊക്കെ അത് അനിയന്ത്രിതമായി തീരുമ്പോഴാണ് അതൊരു വർഗീയ കലാപത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരും. ഇപ്പോൾ ഗോദ്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നേരത്തെ കർഷകരുടെ യാത്ര ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത്. കർഷകർ ഏറ്റവും കൂടുതലായിട്ട് രാമജന്മഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമയം അതായി. അങ്ങനെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം. അപ്പോൾ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ കച്ചവടം നടത്തുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ്. കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള സിക്കൽ ഖലിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കോളനിയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം കച്ചവടക്കാർ. അപ്പോൾ ഇങ്ങനെ കച്ചവടം നടത്തുന്ന ആളുകളും അതേപോലെ തന്നെ ട്രെയിനിൽ സഞ്ചരിക്കുന്നവരും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളൊക്കെ ഉണ്ടായി, ചെറിയ ചെറിയ തല്ലുപിടുത്തങ്ങളൊക്കെ ഉണ്ടാകും, സാധാരണ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അന്ന് ഈ ഫെബ്രുവരി 27 2002 ഫെബ്രുവരി 27 അതൊരു മഹാദുരന്തമായി മാറി. എന്തോ തർക്കങ്ങളുണ്ടായി. ആ തർക്കം പക്ഷേ ചെറിയ 2, 3, 4, 5 ആളുകളിൽ നിൽക്കുന്നതിന് പകരമായിട്ട് അത് ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്ന കുറേ ആളുകളും അതേപോലെ തന്നെ പുറത്തുള്ള കച്ചവടക്കാരും തമ്മിലുള്ള വലിയ സംഘർഷമായിട്ട് മാറുകയാണ്. ആ സംഘർഷമാണ് ഗോദ്രയിലെ ആ ട്രെയിനിൽ തീപിടിക്കുന്നതിന് കാരണമായത്. എന്നുവെച്ചാൽ ആ ട്രെയിൻ തീ വെക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തിയായിട്ട് മാറി. കാരണം അടി മൂത്ത് കഴിഞ്ഞ സമയത്ത് പുറത്തു നിന്നുള്ളവർ ഈ തുണിയിലൊക്കെ മണ്ണെണ്ണ ഒക്കെ പുരട്ടി അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് 2 കമ്പാർട്ട്മെൻറ്റ് SS6ഉം SS7ഉം കത്തുപിടിച്ച് അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും വെന്തുമരിച്ചു. 57 കർഷകരാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് അതിനകത്ത് ചുട്ടരിക്കപ്പെട്ടത്. അതിന് കാരണക്കാർ പുറത്തുള്ള മുസ്ലിം കച്ചവടക്കാരുമാണ് എന്ന് വന്നതോടുകൂടിയാണ് അത് ഗുജറാത്തിനെ തിന്നുന്ന ഒരു വലിയ കലാപമായി മാറിയത്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു കാലത്തും ഇന്ത്യക്കാരും ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നതല്ല, ഗോദ്രയെ പോലും ഓർക്കാൻ ആഗ്രഹിക്കുന്നതല്ല. ഗോദ്ര സംഭവം ഉണ്ടായതിന് ശേഷം പിന്നീട് അവിടെ വന്ന വാർത്തകൾ, പ്രാദേശിക പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകൾ, തെറ്റായിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ, നിരവധി ഹിന്ദു സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്ത് കൊന്ന് അവിടെ തീരത്തിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വന്നിരുന്നു. ഇതെല്ലാം ഒരു അഗ്നിസ്ഫുലിംഗം പോലെ സമൂഹത്തിൽ പടർന്നു കയറിയിട്ടാണ് പിന്നീട് ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പം അന്നവിടെ മുഖ്യമന്ത്രിയായിരുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പം അദ്ദേഹം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശമാണ് അദ്ദേഹത്തിന് എതിരെ പിന്നീട് ഒരു ആരോപണമായിട്ട് വരുന്നത്. അപ്പം അന്നത്തെ അവിടുത്തെ പോലീസ് മേധാവികളിൽ പ്രമുഖനായിരുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോലീസ് മേധാവി ജാതദേവൻ നമ്പൂതിരി. അദ്ദേഹം പറയുന്നത്, ഈ സംഭവത്തിന് ശേഷം പോലീസുകാരുടെ ഒരു മീറ്റിംഗ് നരേന്ദ്രമോദി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വിളിച്ചു ചേർത്തു. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയായിരുന്നു: ഗോദ്രയിലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയായി, ഒരുപക്ഷെ ജനങ്ങൾ അതിനോട് പ്രതികരിച്ചേക്കാം. അങ്ങനെ അവർ പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ. അത്ര അളന്നു മുറിച്ച് കൃത്യം വാചകങ്ങളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെന്നോ കലാപത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ
പോലീസുകാർ കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ നിശബ്ദരായിരിക്കണം എന്നൊന്നും ഇല്ല. ഈ വാചകങ്ങളുടെ പ്രത്യേകത മുഖ്യമന്ത്രിയുടെ ആ സംഭാഷണം നിർദ്ദേശം എന്ന് പറയുന്നത് അളന്നു മുറിച്ചും കൃത്യതയുള്ളതുമായിരുന്നു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താവുന്നതായിട്ടൊന്നും അതിനകത്തില്ല, എന്നാൽ കുറ്റപ്പെടുത്താവുന്നതായിട്ടുള്ള എല്ലാം അതിനകത്തുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ഗുജറാത്ത് കത്തി എരിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതേപോലെ തന്നെ ഏറ്റവും ദുരന്തപൂരിതമായിട്ടുള്ള കഥ ബിൽക്കിസ് ബാനുവിൻ്റേതാണ്. അവരുടെ കുടുംബത്തിലെ 14 ആളുകളെയാണ് കലാപകാരികൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാം തന്നെ ഹിന്ദുക്കളായിരുന്നു. കാരണം മുസ്ലിം കുടുംബങ്ങളെ കൂട്ടമായിട്ട് കശാപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറിത്തീർന്നു. അങ്ങനെയാണത് മുസ്ലിം വംശഹത്യയുടെ പ്രശ്നമായിട്ട് പിന്നീട് ചിത്രീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ഈ ബിൽക്കിസ് ബാനു അന്ന് 5 മാസം ഗർഭിണിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. അവരുടെ സഹോദരി പൂർണ്ണ ഗർഭിണിയായിരുന്നു. കലാപകാരികൾ അവരുടെ സഹോദരിയെ ക്രൂരമായി കശാപ്പ് ചെയ്തു, ആ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ. അതേപോലെ തന്നെ ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്തു. അവരുടെ 1.5 വയസ്സായിട്ടുള്ള കുട്ടിയെ കാലിൽ പിടിച്ച് ഉയർത്തി തറയിലടിച്ച് കൊന്നു. 14 പേരെയും കശാപ്പ് ചെയ്ത്. ഇവർ മാത്രമാണ് ഏക കക്ഷിയായിട്ട് അവിടെ ഉണ്ടായത്. പിന്നീട് അവർ കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്യുന്നതിനൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും അവരെ സഹായിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ സംഭവം പിന്നീട് സുപ്രീം കോടതി വരെ വന്നതാണ് ഇന്ത്യയുടെ ചരിത്രമായി മാറിയത്. ഇതെല്ലാം നമുക്കൊരിക്കലും ഗോദ്രയായാലും തുടർന്നുള്ള ഗുജറാത്ത് കലാപമായാലും നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് അവിടെ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് പേരിനൊരു പ്രസക്തിയില്ല. മനുഷ്യരെ കശാപ്പ് ചെയ്യാണ്. ഇപ്പോൾ 57 കർഷകരെ ചുട്ടുകൊന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മളുടെ മനസ്സിനെ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ ഏതാണ്ട് 1000-ഓളം മുസ്ലിങ്ങൾ ഈ കലാപത്തിനകത്ത് കശാപ്പ് ചെയ്യപ്പെട്ടു എന്നത് നമ്മളുടെ മനസ്സിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് സങ്കടമുണ്ടാക്കും. ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ഒരു സമൂഹത്തിലും ഉണ്ടാകരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഗോദ്രയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിലേക്ക് ഒക്കെ കൊണ്ടുപോകുന്നതിന് കാരണമായി മാറിത്തീർന്നത്. ഞാനത് മനസ്സിലാക്കുന്ന ഒരു ആകസ്മികമായ ആസൂത്രിതമല്ല. കോളനിയിൽ താമസിക്കുന്ന മുഴുവൻ പേരും മുസ്ലിങ്ങളായിരുന്നു. അവർ കച്ചവടക്കാരായിരുന്നു. ആ കച്ചവടക്കാരും യാത്രക്കാരും തമ്മിലുള്ള സംഘർഷം പിന്നീട് ഈ രീതിയിൽ കലാശിച്ചു എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. പക്ഷേ അതിന് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം പക്ഷേ ആസൂത്രിതമായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊരു വലിയ വിഷയമായിട്ട് പിന്നീട് മനുഷ്യാവകാശ ലംഘനമായിട്ടും. കാരണം ആകസ്മിക സംഭവങ്ങൾ ഉണ്ടാവും. ആകസ്മിക സംഭവങ്ങളെ ഒക്കെ പോലീസ് ഇടപെട്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവിടെ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല കാര്യങ്ങൾ ഇപ്പോൾ. അതുകൊണ്ട് അത് ഈ രീതിയിൽ ഉള്ള ഒരു ദുരന്ത ചരിത്രത്തെ നിർമ്മിച്ചാണ് കടന്നത്. ഇപ്പോൾ സിനിമയിൽ ആ വിഷയം സൂചിപ്പിക്കപ്പെട്ടതോടുകൂടി അതിനെ തുടർന്നുള്ള ചർച്ചകളാണ് എല്ലാ സ്ഥലത്തും. അങ്ങനെ ഈ നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു പൊളിറ്റിക്കൽ എമ്പുരാനായി മാറി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് രാജ്യസഭ വരെ കയറിയത്. അതിനി എന്നാണ് കെട്ടടങ്ങുക എന്ന് നമുക്ക് പറയില്ല.